നമസ്കാരം. 2024 എന്ന വർഷത്തിലെ അവസാന അമാവാസിയാണ് നാളെ. അമാവാസിയുടെ സ്വാധീനം മനുഷ്യ ശരീരത്തിലും ചെലുത്തുന്നുണ്ട് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ഇതിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനായി അമാവാസി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വിശേഷമാണ്. വ്രതാനുഷ്ഠാനങ്ങളെ പൂർവികർ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാനാണ് കരുതിയിരുന്നത്. ശാക്തേയ വിശ്വാസപ്രകാരം ശ്രീ ഭദ്രകാളി, ദുർഗ അഥവാ ഭഗവതി പരാശക്തിയുടെ ആരാധനയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ് അമാവാസി അഥവാ കറുത്ത വാവ്. കടുത്ത ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവർക്ക് ചൊവ്വ അല്ലെങ്കിൽ അമാവാസി ദിവസങ്ങളിൽ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അഭീഷ്ടസിദ്ധി കൈവരും എന്നാണ് വിശ്വാസം. ഭഗവതി സ്തുതികൾ ജപിച്ചു തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം കൂടിയാണ് അമാവാസി. കൂടാതെ ചൊവ്വ, വെള്ളി, പൗർണമി, നവരാത്രി ദിവസങ്ങളും ഭദ്രകാളി പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യം സമയമാണ് പരാമർശിക്കാനായി പോകുന്നത്, അഥവാ തിഥിയെക്കുറിച്ച് പരാമർശിക്കാം. അമാവാസി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 30 വെളുപ്പിന് 4:01 മുതലാകുന്നു. അമാവാസി തിഥി അവസാനിക്കുന്നത് ഡിസംബർ 31 വെളുപ്പിന് 3:56 ഇന്നേ ദിവസം പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ഒരു ദിവസം തന്നെയാണ്. പിതൃപ്രീതിക്ക് കൂടി വേണ്ടിയാണ് അമാവാസി വ്രതം നോറ്റിരുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ പിതൃപ്രീതി ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നാളത്തെ വ്രതം ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ സംശയം പറയാം. സമ്പത്ത്, ആരോഗ്യം, സന്താനപുഷ്ടി ഇതൊക്കെ ഫലമായി കണ്ടിരുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. കൂടാതെ സമുദ്രസ്നാനം, തിലതർപ്പണം, ഒരിക്കലൂണ് എന്നിവ അനുഷ്ഠിക്കുകയും നിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുകയും അമാവാസ്യ വ്രതത്തിൽ ഉൾപ്പെടുന്നതായ കാര്യമാകുന്നു. നാളെ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. കാരണം ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. പ്രത്യേകിച്ചും തിലതർപ്പണം ചെയ്യുവാൻ ശ്രമിക്കുക. ഈ വഴിപാട് ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ നിറയ്ക്കും എന്നാണ് പറയുക. രാവിലെ പുണ്യതീർത്ഥ സ്നാനശേഷം പിതൃബലി സമർപ്പണം, ഒരിക്കലൂണ് ഇവ വേണമെന്ന് അനുശാസിച്ചിരിക്കുന്നതായ കാര്യങ്ങളാകുന്നു. കർക്കിടകം, മകരം, കുംഭം, തുലാം ഈ മാസങ്ങളിലെ അമാവാസികൾക്ക് വളരെയധികം പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കറുത്ത വാവിന്റെ നാൾ പിതൃക്കളുടെ തൃപ്തിക്കായി ദർശശ്രാദ്ധം എന്ന പിതൃകർമ്മവും തിലതർപ്പണവും നടത്തുന്നത് അതീവ ശുഭകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് നിങ്ങൾക്ക് ശ്രേയസ്കരമായി മാറുന്നതായ കാര്യമാകുന്നു. ആ വ്യക്തികളുടെ ജീവിതത്തിൽ പിതൃപ്രീതിയും സർവ്വ ഐശ്വര്യങ്ങളും ഫലമായി തന്നെ വന്നു ചേരും. തലേന്ന് ഒരിക്കൽ എടുത്തു തന്നെ ഉപവാസം നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യത്തിലും വളരെയധികം പ്രാധാന്യം നൽകണം. അല്ലാതെയും മത്സ്യ, മാംസം, ലഹരി ഒഴിവാക്കിയും നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ്. എന്നാൽ ഇന്നേ ദിവസം നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്തതായ തെറ്റുകൾ. ഈ തെറ്റുകൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായി ഭവിക്കും. അതേക്കുറിച്ച് തീർച്ചയായും മനസ്സിലാക്കാം. എന്നാൽ ഈ കാര്യം വ്രതം അനുഷ്ഠിക്കുന്നവരും അനുഷ്ഠിക്കാത്തവരും ചെയ്യേണ്ടതായതും പാലിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തേതായ കാര്യം കുളിക്കാതിരിക്കരുത് എന്ന് തന്നെയാകുന്നു. എപ്പോഴും സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് വിളക്ക് തെളിയിക്കണം എന്നാണ് പറയുക. അതിനാൽ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യണം. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ 8 മണിക്ക് മുൻപായെങ്കിലും കുളിച്ച് വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ദുഷ്ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ ഒരിക്കലും പാടുള്ളതല്ല. ഈ സമയം അത്തരം ചിന്തകൾ കടന്നു വരികയാണ് എങ്കിൽ പോലും ദേവിയെ ആരാധിച്ച് അത്തരം ചിന്തകൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ദേവിയുടെ മന്ത്രജപം നിങ്ങൾ നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇത്തരം ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും എന്ന് നിസ്സംശയം പറയാം. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതായ വാക്കുകൾ, പ്രവൃത്തികൾ
അത്തരം കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇന്നേ ദിവസം ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഇരട്ടി ദോഷമായി ഭവിക്കും എന്നതാണ് വാസ്തവം. ദേവീ കോപം പോലും വന്നു ചേരാം. അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സാധിക്കാത്തതായ ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ അവിടെ നിന്നും മാറിപ്പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും തർക്കത്തിനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിൽക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ദീർഘദൂര യാത്രകൾ, ആ യാത്രകൾ താൽക്കാലികമായി ആവശ്യമില്ലാത്തതായ യാത്രകളാണ് എങ്കിൽ, അല്ലെങ്കിൽ മാറ്റിവയ്ക്കാവുന്ന യാത്രകളാണ് എങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവയ്ക്കുന്നതാണ് ഉത്തമം. പകൽ ഉറക്കം ഒരിക്കലും പാടുള്ളതല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവർക്കാകാം. കൂടാതെ രാവിലെയാണ് ഉറങ്ങുവാൻ സാധിക്കുന്നവർ, അത് ജീവിത സാഹചര്യത്താലാണ് എങ്കിൽ ആവുന്നതിൽ തെറ്റില്ല. അല്ലാത്തവർ പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം. തുളസി ഇന്നേ ദിവസം ഏതൊരു കാരണങ്ങൾ കൊണ്ടാണ് എങ്കിലും പറിച്ച് കളയാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അത് നിങ്ങൾക്ക് വളരെ ദോഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന് കാരണമായി തീരും. കുഴിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. കുഴിക്കുന്നത് ഇന്നേ ദിവസം ദോഷകരമാണ്. അതിനാൽ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം, അമാവാസി കഴിഞ്ഞതിന് ശേഷം ആകാം, അല്ലാതെ നിങ്ങൾ അത് ചെയ്യരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എണ്ണ തേച്ചുള്ള കുളി ഇന്നേ ദിവസം പാടില്ല എന്നാണ് പറയുക. അതിനാൽ ഇന്നേ ദിവസം അത്തരമൊരു കാര്യം കൂടി ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. മൂർച്ചയുള്ള വസ്തുക്കൾ ഇന്നേ ദിവസം അധികം ഉപയോഗിക്കരുത് എന്ന കാര്യം ഓർക്കുക. ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കുവാൻ പാടൂ. കൂടാതെ ഇന്നേ ദിവസം അമിതമായ ആഹാരം പാടുള്ളതല്ല. നിറവയർ ആഹാരം പാടില്ല എന്ന് തന്നെ പരാമർശിക്കാം. ആ കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം വീടുകളിൽ തീർച്ചയായും 2 നേരം വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. 2 നേരം വിളക്ക് തെളിയിച്ച് ഭഗവതി നാമങ്ങൾ അഥവാ ദേവിയുടെ നാമങ്ങൾ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമായ കാര്യമാണ്. 2 നേരവും ദർശനം നടത്തുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ ചെടി വെട്ടാൻ പാടുള്ളതല്ല. അത് ഏതൊരു കാര്യം കൊണ്ടാണ് എങ്കിലും ചെടി, മരം എന്നിവ ഇന്നേ ദിവസം വെട്ടുന്നത് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം മുടി, നഖം എന്നിവ വെട്ടാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. സാധാരണ സന്ധ്യയ്ക്ക് ശേഷമാണ് പാടില്ലാത്തത്. എന്നാൽ ഇന്നേ ദിവസം അത് പാടില്ല. പകൽ സമയത്താണ് എങ്കിലും പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അടുക്കള എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇന്നേ ദിവസം കിടക്കുന്നതിന് മുൻപ് അടുക്കള തുടച്ചതിന് ശേഷം മഞ്ഞൾ ജലം തളിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നൽകുക. കടം വാങ്ങുകയോ അല്ലെങ്കിൽ ഇന്നേ ദിവസം നൽകുകയോ ചെയ്യുന്നത് അത്ര ശുഭകരമല്ല. തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ ആകാം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഉത്തമം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പൂജാമുറിയിൽ നിന്നും അനാവശ്യമായ വസ്തുക്കൾ തീർച്ചയായും നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് വീട്ടിൽ നിന്നാണ് എങ്കിലും ഉപയോഗശൂന്യമായ വസ്തുക്കളാണ് എങ്കിൽ പോലും മാറ്റുന്നതാണ് ഉത്തമം. കൂടാതെ വീടും പരിസരവും വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പ്രത്യേകിച്ചും അലക്കാതിട്ടിരിക്കുന്നതായ തുണികളുണ്ട് എങ്കിൽ അവ തീർച്ചയായും അലക്കേണ്ടത് അനിവാര്യമാണ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടാൻ പാടുള്ളതല്ല. വീടും പരിസരവും പ്രത്യേകിച്ചും ഇന്നേ ദിവസം അടിച്ചു വാരുകയും കൂടാതെ വൃത്തിയാക്കി മഞ്ഞൾ ജലം തളിക്കുന്നതും ഉപ്പ് ജലം തളിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.